മത്സ്യപ്രേമികളെയും നാടൻ ഉൽപ്പന്നങ്ങൾ തേടുന്നവരെയും ഒരുപോലെ ആകർഷിച്ച് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്നുവന്ന 3 ദിവസത്തെ മത്സ്യമേള സമാപിച്ചു. സീ ഫുഡ് ഫെസ്റ്റ്, സാങ്കേതികവിദ്യാ പ്രദർശനം, ബയോസെല്ലർ സംഗമം, ഓപ്പൺ ഹൌസ്, ശില്പശാലകൾ, പരിശീലനം എന്നിവയാണ് മേളയിൽ ഒരുക്കിയിരുന്നത്. കല്ലുമ്മക്കായ ബിരിയാണി, സാഗരസദ്യ, ചെമ്മീൻ പിടി, കരിമീൻ പൊള്ളിച്ചത് തുടങ്ങി നാവിൽ കൊതിയൂറും കടൽ കായൽ വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് മേളയിലെ സീ ഫുഡ് ഫെസ്റ്റ്. ശാസ്ത്രീയമായി ശുദ്ധീകരണം നടത്തിയ കായൽ മുരിങ്ങയും വൈവിധ്യങ്ങളായ പലഹാരങ്ങളും ലഭ്യമാണ്. കർഷക സംഘങ്ങൾ നേരിട്ടെത്തിക്കുന്ന നാടൻ ഉൽപ്പന്നങ്ങളാണ് മേളയിലെ മറ്റൊരു ആകർഷണം. കേരള ലക്ഷദ്വീപ് കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള ബയർ സെല്ലർ സംഗമത്തിന്റെ ഭാഗമായാണ് മത്സ്യമേളയെന്ന് സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപന ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു. കാർഷിക അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പ്രൊഡക്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചർച്ചകൾ, അതൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യം ബയർ സെല്ലർ മീറ്റിന്റെ ഭാഗമായിട്ട് നബാർഡിന്റെ സ്പോൺസർഷിപ്പോടുകൂടി ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ സഹകരണത്തോടുകൂടി നമ്മളൊരു മത്സ്യമേള സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഫിഷറീസ് ഗവേഷണ സ്ഥാപനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ, അവരുടെ സ്റ്റാളുകളുണ്ട്. ആ സ്റ്റാളുകൾ വഴി പൊതുജനങ്ങൾക്ക് ആ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാൻ സാധിക്കും. സംരംഭകരെ സംബന്ധിച്ച് ഇത്തരം വേദികൾ വളരെ പ്രയോജനകരമാണെന്ന് പത്തടിപ്പാലത്തെ സംരംഭക സീനത്ത് നസീർ പറയുന്നു. ഈ ഒരു വിപണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇടനിലക്കാരില്ലാണ്ട് നമുക്ക് പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ പറ്റും. അതിനുള്ള വില നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. ഒരു ഇടനിലക്കാരനെ നമ്മൾ സംബന്ധിക്കും, ഒരു സൂപ്പർ മാർക്കറ്റോ മാർജിൻ ഫ്രീ പോലുള്ളവരെ സംബന്ധിക്കുന്ന വെച്ചാൽ നമ്മൾക്ക് അതിലൊരു വീതം അവർക്ക് കൊടുക്കേണ്ടി വരിക മാത്രമല്ല, നമ്മളുടെ എമൗണ്ട് അവിടെ പെൻഡിങ് ആവും. അങ്ങനെയുള്ള ഒരു ഇതും കൂടിയുണ്ട്. നമുക്ക് ഒരു ഫണ്ടിൻ്റെ ഡീലിംഗ് അത്ര കറക്റ്റായിട്ട് പോകില്ല. നേരെ മറിച്ച് ഇങ്ങനൊരു വേദിയാവുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള ആ ഒരു ഇത് നമ്മളുടെ കയ്യിൽ ആ അറ്റേ ടൈമിൽ തന്നെ വന്നു ചേരുകയും അത് നമുക്ക് അതിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംരംഭകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണേ അതാണ്. ഏറെ ആവശ്യക്കാരുള്ള ആലങ്ങാടൻ ശർക്കര, മുരിങ്ങ പുട്ടുപൊടി, ചെറുധാന്യ പോഷക മിശ്രിതം, ബനാന ഹൽവ, പഴം ഹൽവ, ചക്കപ്പൊടി, പൊക്കാളി ഉൽപ്പന്നങ്ങൾ, കൂൺ, തേൻ, എണ്ണകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, നാടൻ പലഹാരങ്ങൾ തുടങ്ങി ധാരാളം തദ്ദേശീയ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. 3 ദിവസങ്ങളിലായി നിരവധി പേരാണ് മേള കാണാനെത്തിയത്. ഈ എക്സിബിഷൻ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതെല്ലാം ഒരു നമ്മളുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ജൈവ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട് തോന്നുന്നു. ആളുകൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ നല്ല കാര്യമാണ്. ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കൂടുതൽ കണ്ടത്. കർഷക സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഒരുക്കലും വ്യാപാര വിതരണ കരാർ ഉറപ്പാക്കലും ബയർ സെല്ലർ സംഗമം ലക്ഷ്യമിടുന്നു. നിറവൈവിധ്യവും ആകാര ഭംഗിയുമുള്ള അലങ്കാര മത്സ്യങ്ങളുടെ വിൽപ്പനയും മേളയിലുണ്ടായിരുന്നു. കരിമീൻ കുഞ്ഞുങ്ങളും ഇവിടെ ലഭ്യമായിരുന്നു. കൂടാതെ പച്ചക്കറി തൈകൾ, വിത്തുകൾ, വളങ്ങൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാണ്. ഫിഷറീസ് അനുബന്ധ മേഖലയിലെ ഗവേഷണ സ്ഥാപനങ്ങളുടെ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനവും മേളയിൽ ഒരുക്കിയിരുന്നു. ദൂരദർശൻ ന്യൂസ്, കൊച്ചി.